ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി മുൻ കോൺഗ്രസ് നേതാവും ജനകീയനുമായ AV ഗോപിനാഥിനെ ഉടൻ നിയമിക്കും. നിലവിലെ ചെയർമാൻ പ്രൊഫസർ VK വിജയൻ മന്ത്രി VN വാസവന് രാജി സമർപ്പിച്ചതോടെയാണ് ഗോപിനാഥിന്റെ നിയമനത്തിന് വഴിയൊരുങ്ങിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള പ്രമുഖരെയും പരിഗണിച്ചിരുന്നെങ്കിലും വടക്കൻ മേഖലയ്ക്കുള്ള പ്രത്യേക പരിഗണനയും ഗോപിനാഥിന്റെ ക്ലീൻ ഇമേജും കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഈ തീരുമാനമെടുത്തത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയെന്ന നിലയിലാണ് AV ഗോപിനാഥിന് വീണത്. ഗുരുവായൂരപ്പന്റെ ഭക്തനായ ഗോപിനാഥിനെ ദേവസ്വം ഭരണം ഏൽപ്പിക്കുന്നത് ഭക്തർക്കിടയിലും വലിയ സ്വീകാര്യത നൽകും. സുതാര്യമായ ഭരണവും അഴിമതിരഹിത നിലപാടുകളും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗോപിനാഥിന്റെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന AV ഗോപിനാഥിനെ അർഹമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നത് മുഖ്യമന്ത്രിയുടെ താൽപര്യമായിരുന്നു. പാലക്കാട്ട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു പിന്തുണയോടെ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നിലെ പ്രശ്നങ്ങളും പിണക്കങ്ങളും പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഗോപിനാഥുമായി ചർച്ച നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ മുൻകൂട്ടി ആലോചിച്ചാണ് ഈ രാഷ്ട്രീയ നീക്കം. ഇതിലൂടെ ഗോപിനാഥിനെ ആദരിക്കാനും പാലക്കാട് ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കാനും CPM ലക്ഷ്യമിടുന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ സ്ഥാനം താൻ ഏറെ ആഗ്രഹിക്കുന്ന പദവിയാണെന്ന് BJP നേതാവ് സുരേഷ് ഗോപി നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയും ഗോപിനാഥിന്റെ ജനകീയത മുൻനിർത്തിയും ഇടതു സർക്കാർ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. VK വിജയന്റെ കാലാവധി ഈ മാസം 14 അവസാനിക്കാനിരിക്കെയാണ് അടിയന്തരമായി രാജിവാങ്ങി ഗോപിനാഥിനെ അവരോധിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. തിരുവനന്തപുരത്ത് CPM-ഉം മുഖ്യമന്ത്രിയുമായും അടുപ്പമുള്ള ഒരു വ്യക്തിയും ചരടുവലികൾ നടത്തിയിരുന്നു. എന്നാൽ വടക്ക് നിന്നൊരാൾ ഗുരുവായൂർ ദേവസ്വത്തെ നയിക്കട്ടെ എന്ന് പിണറായി തീരുമാനിക്കുകയായിരുന്നു.